ഇന്നത്തെ എൻ്റെ റെസിപ്പി ബീഫ് കറിയാണ്. പത്തിരിയുടെയും നെയ്ച്ചോറിൻ്റെയും ചപ്പാത്തിയുടെയും പുട്ടിൻ്റെ ഒക്കെ കൂടെ കഴിക്കാൻ പറ്റിയ ഒരു ബീഫ് കറിയാണ്. തേങ്ങാപ്പാൽ ചേർത്താണ് ഞാൻ ഈ ബീഫ് കറി തയ്യാറാക്കുന്നത്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനു വേണ്ടി ഒരു ചട്ടി ചൂടാക്കി അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് 2 വലിയ സവോള ആണ് എടുത്തിട്ടുള്ളത്. അതും 2 പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും ആണ് ഇട്ടിട്ടുള്ളത്. ഇനി ഇതൊന്ന് നല്ലൊന്ന് വഴറ്റിയെടുക്കുക കേട്ടോ. ഇതൊക്കെ കണ്ടില്ലേ, ഇതുപോലെ ഈ കളർ വരുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കുക. ഇനി ഇതിലേക്ക് വേണ്ടത് കുറച്ച് മല്ലിയിലയും പുതിന ഇലയുമാണ്. ഒരു പിടിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അത് അരിഞ്ഞിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. മല്ലി പുതിനയൊക്കെ ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് വഴറ്റിയെടുത്തതിന് ശേഷം അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് കൂടി ചേർത്ത് കൊടുക്കണം. അതൊരു 2 ടേബിൾ സ്പൂണാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതും കൂടി ഇതിലിട്ടിട്ട് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കുക. നല്ലൊരു മണം വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കണം. ഇഞ്ചിയുടെ വെളുത്തുള്ളിയുടെ ഒക്കെ നല്ലൊരു മൂത്ത് വരുമ്പോൾ നല്ലൊരു സ്മെല്ല് വരും. ആ സമയത്ത് നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കണം. ഇതിലേക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 2 ടീസ്പൂൺ മുളക് പൊടിയാണ് ഞാൻ ചേർത്തിട്ടുള്ളത്. ഇതിൻ്റെ കൂടെ തന്നെ ഒരു 1/4 ടീസ്പൂൺ ഗരം മസാലയും ചേർത്ത് കൊടുക്കുക. എന്നിട്ടിതൊന്ന് ലോ ഫ്ലെയിമിലിട്ടിട്ട് നല്ലൊന്ന് വഴറ്റിയെടുക്കുക. ഒരു 2 മിനിറ്റൊക്കെ വഴറ്റിയെടുത്താൽ മതി. അതിനുശേഷം ഇതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കണം. 3 മീഡിയം സൈസിലുള്ള തക്കാളിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അത് ചെറുതായി അരിഞ്ഞതാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നല്ലൊന്ന് മിക്സാക്കി എടുക്കുക. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കുക. ഇനി ഇതെല്ലാം മിക്സാക്കി എടുത്തതിന് ശേഷം ഇതിലേക്ക് നമുക്ക് ബീഫ് ചേർക്കേണ്ടതുണ്ട്. 500 ഗ്രാം ബീഫാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇത് ഞാൻ ഇപ്പോൾ വേവിച്ചതാണ് ചേർക്കുന്നത്. ഇതിലേക്ക് 1/2 ടീസ്പൂൺ മുളക് പൊടിയും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി ഇവയൊക്കെ ചേർത്ത് വേവിച്ചതാണ് കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കണം. തേങ്ങയുടെ 2ാം പാലാണ്, അരമുറി തേങ്ങയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതിൻ്റെ 2ാം പാലാണ് ഞാനിപ്പോൾ ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇത് നല്ലൊന്ന് മിക്സാക്കി എടുക്കുക. എന്നിട്ടിത് ഒന്ന് മൂടി വെച്ചിട്ട് ഒരു 5 മിനിറ്റ് മീഡിയം ഫ്ലെയിമിലൊന്ന് വേവിച്ചെടുക്കുക. ബീഫ് കറി തേങ്ങാപ്പാലൊക്കെ ചേർത്ത് 2ാം പാൽ മാത്രമേ ചേർത്തിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ അതുപോലെ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1ാം പാൽ ചേർത്ത് കൊടുക്കണം. 1ാം പാൽ ചേർത്തതിന് ശേഷം തീ ഓഫ് ചെയ്യണം. പിന്നെ തിളപ്പിക്കരുത്. നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ കറിക്ക്. നമ്മളിതിൽ മല്ലിപ്പൊടിയൊന്നും പ്രത്യേകമായിട്ടൊന്നും ചേർക്കുന്നില്ല. അപ്പോൾ ഇതതുപോലെ 1ാം പാൽ ചേർത്ത് കൊടുക്കുക. ഇനി ഒന്ന് മിക്സാക്കി എടുത്തതിന് ശേഷം തീ ഓഫ് ചെയ്യുക. ഇനി നമുക്കിതിൻ്റെ മേലെ കുറച്ച് മല്ലിയില കൂടി ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമുക്ക് ചപ്പാത്തിയുടെ കൂടെയും പത്തിരിയുടെ കൂടെയും മുമ്പ് കാലത്ത് നമുക്ക് നെയ്ച്ചോറൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു കറിയാണ്. അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കിയില്ലെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കുക. നല്ല ടേസ്റ്റാണ്. ഇത്രയേ ഉള്ളൂ. എൻ്റെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യാം കേട്ടോ. താങ്ക് യു.